ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നുച്ചയ്ക്ക് പ്രഖ്യാപിക്കും. കേരളവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിലും കർണാടകയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം പുനരാരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാൻ രാജ്യത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ച് ഇടുക്കി ജില്ലാ ഭരണകൂടം. കുട്ടികളിൽ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഇന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്തോനേഷ്യൻ താരം ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയക്രമവും ഇന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കും. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 2019 സമാനമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാന സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് നഗർ കർണൂലിൽ പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വടക്കൻ കർണാടകയിലെ കലബുർഗിയയിലെ NV മൈതാനത്ത് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി തെലങ്കാനയിലെത്തിയത്. സംസ്ഥാനത്തും വിവിധ മുന്നണികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് മണ്ഡലത്തിലെ വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നടത്തുന്ന തീരദേശ പര്യടനം ഇന്ന് കഴക്കൂട്ടം മണ്ഡലത്തിലെ പള്ളിത്തുറയിൽ നിന്ന് ആരംഭിച്ച് വിഴിഞ്ഞത്ത് സമാപിക്കും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഊർജിതമായി പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ K സുധാകരൻ ഇന്ന് തളിപ്പറമ്പ്, ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ഇന്ന് മട്ടന്നൂർ മണ്ഡലത്തിൽ പ്രചരണം നടത്തും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്നുച്ചയ്ക്ക് പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. ഇടുക്കിയിൽ BDJS സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. കോട്ടയത്ത് വിജയിക്കുമെന്നതിൽ അദ്ദേഹം 100% ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിലെ കാഴ്ച പരിമിതരായ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിചയപ്പെടാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അറിയിച്ചു. താലൂക്ക് ഓഫീസുകളിൽ ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കാഴ്ച പരിമിതരായ വോട്ടർമാർക്ക് ഈ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നങ്ക വോട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ആവിഷ്കരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മുഴുവൻ പട്ടികവർഗ വിഭാഗക്കാരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയാണ് നങ്ക വോട്ട് ക്യാമ്പയിന്റെ ലക്ഷ്യം. നങ്ക വോട്ട് എന്നാൽ മന്നാൻ ഭാഷയിൽ നമ്മുടെ വോട്ട് എന്നാണ് അർത്ഥം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് വിവിധ കുടികളിൽ നിന്നുള്ള 30ഓളം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഊരിലെ മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാക്കാൻ ഊരുമൂപ്പന്മാരുടെ കോൺക്ലേവും ജില്ലാ കളക്ടർ ഇടമലക്കുടിയിൽ വിളിച്ചു ചേർത്തു. തങ്ങളുടെ ഊരുകളിലെ 18 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവരിൽ 100% വോട്ടിംഗ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന മൂപ്പന്മാർക്ക് പ്രത്യേക സമ്മാനം നൽകാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചനയും വോട്ടിംഗ് യന്ത്രവും വോട്ട് ചെയ്യുന്ന രീതിയും പരിചയപ്പെടുത്താനായി മുതിർന്നവർക്ക് മോക്ക് പോളും സംഘടിപ്പിച്ചിരുന്നു. ആവേശത്തോടെ മോക്ക് പോളിൽ പങ്കെടുത്ത കുടിനിവാസികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുമെന്ന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു.
സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചത്. റേഷൻ വിതരണം എല്ലാ കാർഡുകാർക്കും സാധാരണ നിലയിൽ നടക്കും. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൌകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വികസിത ഭാരതം രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ പൌരന്മാരോട് തുറന്ന കത്തിലൂടെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയതെന്നും ഗംഭീരമായ വളർച്ചയാണ് നേടിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ പരിഗണിച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് പരാമർശിച്ച അദ്ദേഹം ഇപ്പോൾ ഓരോ പൌരനും രാജ്യം അതിന്റെ സമ്പന്നമായ സംസ്കാരത്തെ ആഘോഷിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് നീങ്ങുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഇന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം. കുട്ടികളിൽ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് ദിനാചരണം നടത്തുന്നത്. 1995 മാർച്ച് 16 ആദ്യമായി പോളിയോ തുള്ളിമരുന്ന് നൽകിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിവസം ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിക്കുന്നത്. ഓരോ കുട്ടിക്കും കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ് നൽകി ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുകയാണ് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പരിപാടിയുടെ ലക്ഷ്യം. വാക്സിനേഷൻ വിതരണത്തിനായി സജീവമായി തുടരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നതിനും കൂടിയാണ് ദിനാചരണം നടത്തുന്നത്. ശബരിമലയിൽ 10 ദിവസത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റ് നടന്നു. 24 രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും പൈങ്കുനി ഉത്രനാളായ 25 രാവിലെ 11:30 പമ്പയിൽ ആറാട്ടും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സന്നിധാനത്ത് രാവിലെ 8:20 9 മധ്യേ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റു നടന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നാളെ മുതൽ 24 വരെ ഉച്ചയ്ക്ക് 11:30 മുതൽ 12:30 വരെ ഉത്സവബലി ദർശനവും രാത്രി 7:30 ശ്രീഭൂതബലിയും നടക്കും. 20 മുതൽ 24 വരെ രാത്രി വിളക്കെഴുന്നള്ളിപ്പും 24 രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും നടക്കും. ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പന്റെ ജന്മദിനമായ പൈങ്കുനി ഉത്രം നാളായ 25 ഉച്ചയ്ക്ക് 11:30 പമ്പയിൽ ആറാട്ടു നടക്കും. ഇതിനുശേഷം ദേവനെ പമ്പ ഗണപതി കോവിലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തും. തിരിച്ചെഴുന്നള്ളത്ത് വൈകിട്ട് സന്നിധാനത്തെത്തിയ ശേഷം കൊടിയിറക്കും. അന്നു രാത്രി 10 നടയടയ്ക്കും. സംസ്ഥാനത്തെ റബ്ബർ ഉൽപാദന ബോണസ് 180 രൂപയാക്കി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. റബ്ബർ സബ്സിഡി ഉയർത്തുമെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവിക റബ്ബറിന് വിലയിടിഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി നടപ്പാക്കിയത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 വടക്കൻ ജില്ലകൾക്കായി കണ്ണൂരിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നതായി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് അത്യാഹിതങ്ങളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ വനംവകുപ്പിന്റെ കൺട്രോൾ റൂം നമ്പറുകളിൽ അറിയിക്കാം. 0497599906 അല്ലെങ്കിൽ 8547600259 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വിജയഗാഥ രചിച്ച് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. പോളിടെക്നിക്കിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ കോഴ്സ് ഹിയറിംഗ് ഇംപെയർഡ് അവസാന വർഷ ബാച്ചിലെ 15 വിദ്യാർത്ഥികൾക്കാണ് 6 മാസത്തെ സൌജന്യ പരിശീലനവും ശേഷം ജോലിയും ലഭിക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ബംഗളൂരുവിലെ നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൗണ്ടേഷനും ചേർന്നാണ് സംസാരശേഷിയില്ലാത്തതും കേൾവിക്കുറവുള്ളതുമായ 15 വിദ്യാർത്ഥികൾക്ക് ഓയിൽ ഗ്യാസ് ഫീൽഡിൽ 6 മാസത്തെ സൗജന്യ പരിശീലന ശേഷം ജോലി വാഗ്ദാനം ചെയ്തത്. ഇവരോടൊപ്പം പോളിയിലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത 30 വിദ്യാർത്ഥികൾക്കും ഇതേ ഓഫർ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഭിന്നശേഷി ബാച്ചിലെ 10 പേർ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് കയറിയിരുന്നു. മറ്റ്5 പേർക്ക് ഉന്നത സ്ഥാപനങ്ങളിൽ പരിശീലനത്തിന് അവസരം ലഭിച്ചു. 2012 വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങുന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ നിന്നായി 49 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്തോനേഷ്യൻ താരം ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. ഉച്ചയ്ക്ക് ശേഷം ബർമിംഗ്ഹാമിലാണ് സെമി ഫൈനൽ മത്സരം. മലേഷ്യൻ താരത്തെ മറികടന്നാണ് ലക്ഷ്യ സെൻ സെമിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ വർഷവും ലക്ഷ്യ സെൻ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു.
നാളെ നടക്കുന്ന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. നാളെ വൈകുന്നേരം 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. കേരളവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിലും കർണാടകയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം പുനരാരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാൻ രാജ്യത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ച് ഇടുക്കി ജില്ലാ ഭരണകൂടം. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾ സെമിയിൽ ഇന്ന് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്തോനേഷ്യൻ താരം ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.